കാസർഗോഡ് 4.5 വയസ്സുകാരന് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റു. കളിക്കുന്നതിനിടയിലാണ് കുട്ടിയെ പാമ്പ് കടിച്ചത്. എളേരിത്തോട്ടിലാണ് സംഭവം. കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചെയ്യുന്നത്. രതീഷ്, ഈ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ്. കുട്ടിക്കാണ് കടിയേറ്റിരിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? 4.5 വയസ്സുകാരനാണ് ഈ വെസ്റ്റ് ഏരിയയിലെ എളേരിയോട്ട് ഇത്തരത്തിൽ ഒരു പാമ്പ് കടി ഏറ്റിട്ടുള്ളത്. പന്ത് കളിക്കുന്നതിനിടയിലാണ് ഈ പന്ത് തെറിച്ച് വീടിൻ്റെ തോട്ടത്തിൻ്റെ അതിരിലേക്ക് പോയി. അത് പന്തെടുക്കാൻ പോയ സമയത്താണ് ഇത്തരത്തിൽ കടിയേറ്റത്. മൂർഖൻ പാമ്പിൻ്റെ കടിയാണ് ഏറ്റത്. പാമ്പിനെ നാട്ടുകാർ പിന്നീട് അല്ലെങ്കിൽ അയൽവാസികൾ ഉൾപ്പെടെ പിന്നെ തല്ലിക്കൊന്നു. എന്തായാലും കുട്ടി പാമ്പ് കടി ഏറ്റു എന്നുള്ളതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ആരോഗ്യാവസ്ഥ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജിലാണ് കുട്ടി ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും ഈ ഇത്തരത്തിൽ ആരോഗ്യനിലയിൽ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. എന്തായാലും കുട്ടി ഇപ്പോൾ ICUവിലാണ്, ചികിത്സയിലാണ്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ഈ ദാരുണമായ സംഭവം. 4.5 വയസ്സുകാരനാണ് ഇത്തരത്തിൽ പന്ത് കളിക്കുന്നതിനിടയിലെ മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റതെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും മൂർഖൻ പാമ്പിനെ നാട്ടുകാർ കൊല്ലുകയുണ്ടായി. എന്തായാലും കുട്ടി ഇപ്പോൾ പരിയാരത്ത് ചികിത്സയിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രതീഷ്, ഇന്നലെ മാത്രം നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 23 കേസുകളാണ് ഈ പാമ്പ് കടിയേറ്റതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? അതിൽ തീർച്ചയായും ഈ കനത്ത ചൂട് തന്നെയാണ് പാമ്പുകൾക്കുൾപ്പെടെ ഈ തണുപ്പ് തേടി ഇത്തരം വീടുകൾക്കടുത്തേക്ക് ഈ തണുപ്പുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട അത്തരം തണുപ്പുള്ള സ്ഥലത്തിലേക്ക് വരണ്ട കാലാവസ്ഥയിൽ നിന്ന് തണുത്ത ഇടങ്ങളിലേക്ക് പാമ്പുകൾ എത്തുന്നു. അത് സ്വാഭാവികമായും ഇത്തരം ഈ കരിയിലുകൾക്കിടയിൽ, ഈ കളിസ്ഥലങ്ങൾക്കിടയിൽ, വീടിൻ്റെ പുറം ഭാഗങ്ങളിൽ ഒക്കെ തന്നെ ഈ തണുപ്പ് തേടിയെത്തുന്ന സാഹചര്യമുണ്ട്. വലിയ തരത്തിൽ ചൂടുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും പാമ്പുകൾ ഉൾപ്പെടെ പുറത്തിറങ്ങി ഇര തേടാനുള്ള ശ്രമം നടത്തും. ചൂടുകാലമായതുകൊണ്ട് തന്നെ പരിമിതമായ സ്ഥലങ്ങളിൽ മാത്രമേ ഇര തേടാൻ കഴിയാവുന്ന സാഹചര്യം ശീതരക്ത ജീവികളായ പാമ്പുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചൂടിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഇടങ്ങളിലേക്ക് അവർ എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യരൊക്കെ തന്നെ താമസിക്കുന്ന അത്തരം ഇടങ്ങളിലേക്ക് തണുപ്പ് തേടിയും മറ്റും എത്തുന്ന സാഹചര്യമുണ്ട്. അതാണ് ഇത്തരം അപകടങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ സൂക്ഷ്മത ഇക്കാര്യത്തിൽ വേണമെന്ന് പറയുമ്പോൾ തന്നെ ചെറിയ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ അതിനൊക്കെ നിയന്ത്രണത്തിന് പരിധിയുണ്ട്. അങ്ങനെയാണ് ഇത്തരത്തിൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും വലിയ ജാഗ്രത വേണം ഇക്കാര്യത്തിൽ നിന്ന് ഉറപ്പാണ്. ഇത്തരം ഇടങ്ങളിൽ കളിക്കുമ്പോൾ, പൊതു ഇടങ്ങളിലാണെങ്കിൽ പോലും ഇത്തരം ഇടങ്ങളിൽ, കാടുമൂടിയ ഇടങ്ങളിൽ, കരിയില മൂടിയ ഇടങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കണം. ഒറ്റപ്പെട്ട വഴികളിലൊക്കെ തന്നെ പോകുമ്പോൾ തണുത്ത ഇടങ്ങളിൽ, വെള്ളപ്പറ്റുള്ള ഇടങ്ങളിൽ ഒക്കെ വലിയ ജാഗ്രതയോടെ വേണം ഈ ഘട്ടത്തിൽ നമ്മൾ പോകാനും സഞ്ചരിക്കാനും. ചൂട് കൂടിയതോടുകൂടി വീടിനകത്തും പുറത്തും ഒന്നും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വിവരങ്ങൾ നൽകിയത് രതീഷ് വാസുദേവനാണ്.